സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ രണ്ട് വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേനെ. ഒരു MP എന്ന നിലയ്ക്ക് എൻ്റെ ഫണ്ടുകൾ അതൊരു വലിയ അജണ്ടയാണ്. പത്രക്കാരൊക്കെ അതിന് ഒരുപാട് കൂട്ടു നിന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പത്രം ഗോയൻകയുടെ പത്രമാണ് 2 MP-മാരുടെ കഴിവുകേടെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത. ബാക്കി 18 പേരും അവർക്ക് ദൈവങ്ങളാണ്. എന്തൊരു രാഷ്ട്രീയമാണ്, എന്തൊരു അധമ രാഷ്ട്രീയമാണ് പത്രക്കാരൻ കളിച്ചത്. എൻ്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷേ ആ അപ്രൂവലിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിൻ്റെ കൺട്രോളിലുള്ള എൻ്റെ നോഡൽ ഓഫീസർ, എൻ്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. എനിക്ക് കൃത്യമായി പദ്ധതികളെത്തി. അത് ആ പദ്ധതികൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, എങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 45 ദിവസത്തിനകം എനിക്ക് തരേണ്ട അപ്രൂവൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അജണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പത്രത്തെ, ഒരു പ്രധാനപ്പെട്ട പത്രത്തെ എടുത്ത് തന്നെ അവഹേളിക്കണമെന്ന് പറയുന്ന അജണ്ട ജയിച്ച നിമിഷം മുതൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട പക്ഷേ എനിക്കെതിരായിരിക്കാം, എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരായിരിക്കാം. പക്ഷേ കടയ്ക്ക് കത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊള്ളയിലാണ്. ആ കത്തി ഈ അധമ രാഷ്ട്രീയക്കാർ 2 പക്ഷവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, എന്നെ ഖണ്ഡിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ഒരു കണ്ടെത്തലുണ്ടാവണം, അതിന് നിങ്ങളുടെ അന്വേഷണം ഉണ്ടാവണം. അപ്പോൾ രണ്ടല്ല, രാഷ്ട്രീയത്തിന് നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം. നിങ്ങൾ അതിനോട് ഇഷ്ടം എന്ന് പറയുന്നത് തുടരാം, തുടരാതിരിക്കാം. തുടർന്നാലും ഈ മണ്ണിന് വേണ്ടിയാണ് എൻ്റെ വോട്ടെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടില്ല. രാഷ്ട്രീയം, അടിയുറച്ച രാഷ്ട്രീയ വിശ്വാസം, ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തില് ആത്മീയം എന്ന് തന്നെ ഞാൻ പറയും, വൈകാരികമായ ബന്ധം, ഇതൊന്നും അറ്റുപോവില്ല. പക്ഷെ എങ്കിലും മണ്ണാരുടേത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല ഈ മണ്ണ്. ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടേതാണ് ഈ മണ്ണ്. ഇനി ജനിച്ചു വീഴാനിരിക്കുന്ന അടുത്ത അനേകം തലമുറകളുടെ സ്വത്താണ് ഈ മണ്ണ്. ആ മണ്ണിലേക്ക് എന്ത് സംഭാവന നൽകും? ആ സംഭാവന നൽകുന്നതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് തന്നെയാണ് ആ സംഭാവന ചെയ്യുവാൻ ഉത്തരവാദിത്വമുള്ളത്. ആ ഉത്തരവാദിത്വത്തെ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നവർക്ക് അധിക ശിക്ഷയാണ് നിങ്ങൾ നൽകേണ്ടത്. അങ്ങനെ വന്നാൽ അന്വേഷണത്തിൻ്റെ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് മാത്രം നിർവഹിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന രാഷ്ട്രീയക്കാർ എത്തിക്കുന്ന വക്രം നിറഞ്ഞ ഡേറ്റ അല്ല. നിങ്ങളുടെ അന്വേഷണം വേണം, നിങ്ങളുടെ വിശകലനത്തിൻ്റെ രാഷ്ട്രീയം വേണം. അപ്പോൾ അന്വേഷണ രാഷ്ട്രീയം, വിശകലന രാഷ്ട്രീയം മനസ്സിലാക്കണം. രാഷ്ട്രീയ ലാഞ്ചനയില്ലാതെ മനസ്സിലാക്കണം. മനസ്സിലാക്കൽ രാഷ്ട്രീയം. പിന്നെ നടപടി രാഷ്ട്രീയം. ആ നടപടി കൃത്യമായി നിങ്ങളുടെ വിരൽ തുമ്പിലാണുള്ളത്. താമര ചിഹ്നത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പുകൾ ഹൃദയത്തുമ്പുകളായി അമർന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രമാണ്. ഞാൻ ഈ സംസാരിച്ച ഭാഷണം രാഷ്ട്രീയക്കാരൻ്റെ ഭാഷണമല്ല എന്ന് നല്ല വ്യക്തത എനിക്കുണ്ട്. ഒരു രാഷ്ട്രക്കാരൻ്റെ ഭാഷണമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിനെ ആത്മാർത്ഥമായി, ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി നിങ്ങളോട് പറഞ്ഞുവോ അതേ ആത്മാർത്ഥതയിൽ രാഷ്ട്രീയ വർണ്ണവും ഗന്ധവും ദുർഗന്ധവും ഒന്നും ചേർക്കാതെ നിങ്ങളത് വളരെ ആത്മാർത്ഥമായി നിർവഹിച്ച് കാണിച്ച്
കേരള നിയമസഭയിൽ നല്ല ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നല്ല ഘനത്തിലും നല്ല അളവിലും ആഴത്തിലും വ്യാപ്തിയിലും ഒരെണ്ണം NDA മുന്നണിക്ക് കേരള നിയമസഭയിൽ ഇത്തവണ നൽകിയാൽ ഈ സ്വർണത്തെ സംബന്ധിച്ചൊന്നും സംസാരിക്കേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. സ്വർണത്തിൻ്റെ അന്വേഷണം നടത്തുന്നത് കേരള സർക്കാരല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരും സർക്കാരിന് നഖശികാന്തം എതിർക്കുന്ന പ്രതിപക്ഷവും ചെയ്യുന്നത് ചീട്ടിട്ട് കളിക്കുകയാണ്. നിങ്ങൾ വാസവന്റെ ചീട്ടിറക്കിയാൽ ഞങ്ങൾ സോണിയാഗാന്ധിയുടെ ചീട്ടിറക്കും. നിങ്ങൾ കടകംപള്ളിയുടെ ചീട്ടിറക്കിയാൽ ഞങ്ങൾ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചീട്ടിറക്കും എന്ന് പറഞ്ഞ് ചീട്ടിട്ട് കളിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കിക്കോ, സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ 2 വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേനെ. നിങ്ങൾക്കറിഞ്ഞൂടെ എങ്ങനെ സംസാരിക്കുന്നവരാണ് അവരെന്ന്? അപ്പോൾ അവരുടെ ശബ്ദം വിശ്വാസ സമൂഹത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ മണ്ണിന്റെ ഉടമസ്ഥർ ആ വിശ്വാസ സമൂഹം കൂടിയാണ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഞാൻ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അസത്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ മറ്റു വക്രങ്ങൾ വന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ നിഗമനം മാറിപ്പോവുകയും അരുത്. വ്യക്തമല്ലേ? കൃഷ്ണകുമാറിലൂടെ നിങ്ങൾ എന്നെയും ഈ രാജ്യത്തിന്റെ യശസ്വി പ്രധാനമന്ത്രിയെയും പിന്തുണയ്ക്കുമോ? 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 താങ്ക് യു.